ഇങ്ങോട്ട് വരുന്ന പോലെ തോന്നുന്നില്ല. നമ്മുടെ ജോസുമോനാണോ? അപ്പച്ച സലാമലൈക്കും. സലാമലൈക്കുന്നു. പ്രൈസിനോട് പറയാൻ വേണ്ടി മറന്നുപോയോ? ഇനി ഒത്തിരി ക്ഷീണിച്ച് കറുത്തു പോയല്ലോ. ഇങ്ങോട്ട് വന്ന് കയറി കയ്യെ മുറിച്ച് തുടങ്ങി ഞങ്ങൾ മോനെ നിന്നെ നോക്കി നോക്കി എത്ര ഇരിക്കുന്ന വീട് എത്ര ദിവസമായി. നിന്റെ നിനക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. നീ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞായി ചെറുക്കൻ ഇങ്ങനെ ആയിപ്പോയത്. അവന് ദൈവവേലയ്ക്ക് വേണ്ടി നേർന്നതാ. ഇപ്പോഴത്തെ അവന്റെ ആത്മീയ അന്തരീക്ഷം എന്താണെന്ന് നിനക്ക് അറിയാമോ? പാസ്റ്റർ സൗദിയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് പറഞ്ഞത് അവൻ അവിടെ കൂട്ടായ്മയ്ക്ക് ആരാധനയ്ക്ക് ഒന്നും ചെല്ലാറില്ലെന്നാ. അത് ആ പാസ്റ്റർ വെറുതെ പറഞ്ഞതാ. ഞാൻ അവിടെ അത്യാവശ്യം ദൈവത്തെ അറിഞ്ഞല്ല സൗദി ജീവിച്ചത്. മോനെ, പാസ്റ്റർ പറഞ്ഞു ഇന്ന് നമ്മുടെ വീട്ടിൽ കർത്താവ് തന്റെ ദൂതനെ അയക്കാൻ പോകുന്നു. ഓ നന്നായി. ഈ സമയത്ത് ഈ പാസ്റ്ററിന് വരാൻ ഈ ദൂതന് വരാൻ കണ്ട നേരം ഇന്ന് എന്റെ ചില ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരാമെന്ന് ഏറ്റിട്ടുള്ളതാണ്. എനിക്ക് അവരെ എല്ലാവരും സ്വീകരിക്കണം. അതിനിവിടെ എനിക്ക് ഒരു കുറവും വരാൻ പാടില്ല. മോനെ ആരും വരുന്ന പോലെ തോന്നുന്നല്ലോ. ഒരു പരിചയമില്ലാത്ത മുഖം. അടുത്ത സഭയിലെ പാസ്റ്ററാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്ക് തോന്നുന്നത് അത് പാസ്റ്റർ പറഞ്ഞ ആ ദൈവത്തിന്റെ ദൂതനാണെന്ന. ആ മുഖത്തെ പ്രകാശം കണ്ടില്ലേ? ഈ ഭവനത്തിന്റെ എനിക്കുള്ള സ്ഥാനം എന്നറിയാൻ തന്നെ അയച്ചതാണ്. ദൈവദൂതനോ? വന്നാട്ടെ, ഇരുന്നാട്ടെ, ഈ പ്രധാന ഇരിപ്പിടത്തിലേക്ക് ഇരുന്നാട്ടെ. ഈ ഭവനം അങ്ങയുടേതാണ്. ഞങ്ങൾ ദിവസവും എപ്പോഴും ആരാധനയ്ക്ക് പോകുന്നുണ്ട്. ദശാംശവും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. ഹലോ, ഓ ജാതിയാണോ? ഓക്കെ, ഓ യു ആർ കമ്മിങ് ടു മൈ ഹൗസ്. ഓക്കെ, വെൽക്കം വെൽക്കം. പ്ലീസ് കം. അപ്പച്ച, എന്റെ ഫ്രണ്ട് ജാതിയാണ് വിളിച്ചത്. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. മോനെ, എന്താ പാട്ടുകാരനും മ്യൂസിക് കമ്പോസറുമാണ്. മോനെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പച്ച, ഈ ദൈവത്തിന്റെ ദൂതനോട് അല്പനേരം അങ്ങോട്ട് മാറിയിരിക്കാൻ പറയൂ. എനിക്കിവിടെ ജാതി ഒന്ന് ഇവിടെ ഇരുത്തണം. നിന്റെ പേരെന്താണോ പറഞ്ഞേ? ദാസിയോ? അപ്പച്ച, ദൈവദൂതനോട് ഒന്നുകൂടെ മാറിയിരിക്കാൻ പറയൂ. എനിക്ക് ഈ പ്രധാന അതിഥിയെ ഇവിടെ നിന്ന് സ്വീകരിച്ചിരുത്തേണ്ടതാണ്. മോനെ, നീ എന്താ പറയുന്നത്? കർത്താവ് അയച്ച തന്റെ ദൂതനെ നീ മാറ്റി ഇരുത്താൻ പോകുന്നോ? എനിക്ക് ഇപ്പോൾ എന്റെ പ്രധാന അതിഥിയാണ് എനിക്ക് വേണ്ടത്. നിങ്ങളിലേക്ക് ഇഷ്ടം പോലെ നടക്കും. ഹലോ, ഓ റിമിയാണോ? ആ പ്ലീസ് കം, പ്ലീസ് കം. ഓ ഇവിടെ എല്ലാവരും തന്നെ ഉണ്ടല്ലോ. ആ വന്നാട്ടെ വന്നാട്ടെ. അപ്പച്ച, എന്റെ ഫ്രണ്ട് റിമിയാണ് ഇപ്പം വിളിച്ചത്. അവരും ഇപ്പോൾ ഇപ്പം ഇങ്ങോട്ട് എന്നെ കാണാനായിട്ട് കടന്നു വരാം. ഹായ്, താങ്ക് യു. അപ്പച്ച, ഇതാണ് എന്റെ ഫ്രണ്ട് ശ്രീമതി റിമി, പ്രശസ്ത റോക്ക് ഗായികയാണ്. മോളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പച്ച, മോളെ എനിക്ക് എന്റെ റിമിയെ ഇരുത്താൻ വേണ്ടി ദൈവദൂതനോട് അല്പനേരം ആ ഉള്ളിൽ കത്തിട്ട് മാറിയിരിക്കാൻ പറയും. മോനെ, ദൈവദൂതൻ അവിടെ തന്നെ ഇരിക്കട്ടെ. ദൈവദൂതനല്ലേ നമ്മുടെ പ്രധാന അതിഥി? അല്ല, എനിക്കിപ്പോൾ എന്റെ ഗസ്റ്റാണ്. എനിക്ക് ഇവിടെ പ്രധാന അതിഥി. എനിക്കിപ്പോൾ റിമി അവിടെ ഇരുത്തിയാൽ പറ്റുള്ളൂ. ഇതെന്റെ പ്രതീക്ഷയാണ്. നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. അല്ലെങ്കിലും ഈ അമ്മയും പോലെ ഞാൻ പറഞ്ഞൊന്നും കേൾക്കത്തില്ല. ഹലോ ഹലോ, ആ ആരാ? മാത്തിയോ? ആ വന്നാട്ടെ, ജോസുമോൻ വന്നിട്ടുണ്ട്. ആ എടീ, നമ്മുടെ മോനെ മെമ്പർ മാത്യു കാണാനായിട്ട് വരുന്നു. മോനെ, മെമ്പർ മാത്യു വിളിച്ചത് നിന്നെ കാണാനായിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നെന്ന്. നല്ല പിരിവിനുമായിരിക്കും. നീ ഒന്ന് ചുമ്മാതിരിക്കാൻ അമ്മേ. നീ പോയി അവിടെ പോയി വചനം ധ്യാനിക്കാൻ നോക്കാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ന് പോകും എല്ലാ ചടങ്ങും ഒരുമിച്ച് ഒഴിക്കണ്ട. അറിഞ്ഞു കെട്ടിടമൊക്കെ അറിയുന്നുണ്ട്. ജീവികളെ കുറിച്ചും നിങ്ങളുടെ സമ്പാദത്തെ കുറിച്ചും എല്ലാം ഞാൻ അവിടെ അറിയുന്നുണ്ട്. മോനെ,
അങ്ങനെയൊന്നും പറയരുത്. നീ പഞ്ചായത്ത് മെമ്പറോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സാരമില്ല തോമാച്ച, ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയൊക്കെയാണ്. മോനെ നീ മെമ്പറിനെ വന്ന കാലത്ത് തന്നെ നിർത്താൻ ഒരു കപ്പാലിനോട്ട് ഇരുന്നത്. ആ ദൈവത്തിനോട് അല്പനേരം ഒന്ന് എന്നിട്ട് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയൂ. ഇത് നമുക്ക് വേറെ കസേര ഇവിടെ ഇല്ല. ഇദ്ദേഹത്തെ ഒന്ന് കുറച്ച് അല്പനേരത്തേന് അങ്ങോട്ടൊന്ന് ഇരുത്താം. അല്ലെങ്കിൽ ഈ അമ്മയും മോനും ഞാൻ പറയുന്നത് ഒന്നും കേൾക്കത്തില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആരാ മനസ്സിലായില്ലല്ലോ? തമാശ ഞാൻ അറിയും. പാസ്റ്റർ, ഇതാണ് പ്രശസ്ത പാട്ടുകാരൻ മിസ്റ്റർ ജാത്തി. ഇത് ഗായിക റിമി. പിന്നെ ഇദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇദ്ദേഹമാണ് നമ്മുടെ എല്ലാമായ പിരിവ് പഞ്ചായത്ത് പ്രസിഡന്റ്. എന്തെങ്കിലും മാറി നിൽക്കുന്നത് ഇതാരാ പരിചയപ്പെടുത്തിയില്ലല്ലോ? നിങ്ങൾ എങ്ങനെയാണ് ചിരിക്കാൻ സ്ഥലം തോന്നില്ലേ? ഇപ്പോൾ ഇതാണ് ഈ വീട്ടിൽ എന്റെ സ്ഥാനം. ഇവിടെ എന്നെ മാറ്റി ഇപ്പോൾ ഒരു മൂലയിൽ എത്തിച്ചു. ഇനി എനിക്ക് പോകുവാൻ സമയമായി. തോമാച്ച, നിന്നെ എല്ലാവരും മരണസ്ഥാനത്ത് നിന്നെ കരുതുകയും നിന്നെ കാക്കുകയും ചെയ്ത ദൈവത്തിന് നിന്റെ വീട്ടിൽ ഇതാണോ സ്ഥാനം? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ ദൂതനെയും കൂടി ഞാൻ പോകുന്നു. തോമാച്ച, നീ ഇതിന് കണക്ക് പറയേണ്ടി വരും. നമുക്ക് പോവാം. നിനക്കറിയാമോടാ, ദൈവത്തിനോട് ഞാൻ രുചിച്ചറിഞ്ഞവനാടാ മോനെ. എനിക്കെല്ലാം തന്നെ എന്നെ രക്ഷിച്ച എന്റെ ദൈവത്തെ ഞാൻ മറന്നു കളഞ്ഞു. ദൈവമേ, ഒരിക്കൽ പാപിയായിരുന്ന എന്നെ തേടി വന്ന് എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവിനെ ഞാൻ മറന്നു കളഞ്ഞു. എനിക്കെല്ലാം നഷ്ടമായി മോനെ, എനിക്കെല്ലാം നഷ്ടമായി പോയി. മോനെ, നിനക്കറിയാമോടാ, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം എന്നെ കൊടുന്ന ദൈവത്തെ ഞാൻ മറന്നു കളഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഞാൻ കൂട്ടുനിന്നു. ഒരിക്കൽ തകർന്നുപോയ എന്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ച് എന്റെ മുറിവുകളെ കെട്ടി എന്നെ സൗഖ്യമാക്കി എന്റെ കർത്താവിനെ ഞാൻ മറന്നു കളഞ്ഞു. മോനെ, നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഒരിക്കൽ രോഗിയായ നിന്നെ സൗഖ്യമാക്കിയ യേശു കർത്താവിനെ നീയും മറന്നു കളഞ്ഞു. അയ്യോ, എന്തു പറ്റി എന്റെ അച്ഛനെ? എന്റെ ദൈവത്തോട് ഞാൻ പാപം ചെയ്തു. എന്റെ ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ഈ പാപിയായി എന്നോട് പൊറുക്കണമേ. തോമാച്ച, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാവുന്നു. നീ ഓർത്തുകൊള്ളുക, എന്റെ വിളികളെ കേൾക്കുവാൻ കഴിയാതെ നിന്റെ ഹൃദയത്തെ കഠിനമാക്കിയത് എന്ത്? ദാവീദ് പാപം ചെയ്തുവെങ്കിലും ഏറ്റുപറഞ്ഞതുകൊണ്ട് ഞാൻ അവന്റെ പാപം ക്ഷമിക്കുകയും എന്റെ ഹൃദയപ്രകാരമുള്ള ദാസനെന്ന് വിളിക്കുകയും ചെയ്തു. ഞാൻ ദീർഘക്ഷമയും മഹാദയവുമുള്ളവനെന്ന് നീ ഓർത്തുകൊള്ളുക. ഇനിയും ലോകത്തിലേക്ക് നിന്റെ ഹൃദയം ചായ്ക്കരുത്. പാപം ചെയ്യാതെ നിന്നെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ പോകും? ഇനിയുള്ള നാൾ നീ നിന്റെ തലമുറകൾക്കും പ്രിയപ്പെട്ടവർക്കും വേണ്ടി കരയുക. ജമാം ദൈവസഭയിലെ പ്രിയ ദൈവ